ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഡാവിഞ്ചി റിസോൾവിൽ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുമ്പോൾ ഒരു കുഴപ്പമില്ല, അത് നല്ല രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അതേ വീഡിയോ കൊണ്ടുവന്ന് യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അനേബിൾ ടു പ്രിവ്യൂ വീഡിയോ എന്ന് പറയുന്ന ഇതുപോലൊരു മെസ്സേജാണ് നമുക്ക് കാണിക്കുന്നത്. ഈ മെസ്സേജ് ഇതൊരു എറർ മെസ്സേജാണ്. ഈ ഒരു എറർ മെസ്സേജ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സിമ്പിൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഡെലിവറി പേജിലോട്ട് വരിക. ഡെലിവറി പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ഒക്കെ കാണാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് തോന്നിക്കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്ത് കണ്ടോ, ഈ കസ്റ്റം എക്സ്പോർട്ട് എന്നുള്ള ഇതിൻ്റെ ഇവിടെ ഒരു ബാർ കണ്ടോ, ഈ ഒരു ബാർ ഇങ്ങനെ പിടിച്ച് പതുക്കെ നീക്കുമ്പോൾ ഇവിടെ യൂട്യൂബ് 1080p എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്വാളിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്, കുറച്ചുകൂടി കൂട്ടാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ, എൻ്റെ വീഡിയോ 1080pയിൽ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, അതുകൊണ്ട് 1080p സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ക്വാളിറ്റി കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് വരുന്നുണ്ട്. നമ്മളിവിടെ വെർട്ടിക്കലാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ വെർട്ടിക്കൽ റെസൊല്യൂഷൻ എനേബിളായി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ MB4 സെലക്റ്റഡ് ആണ്. അതിൻ്റെ വീഡിയോ കോഡെന്ന് പറയുന്നത് H.264 എന്ന് പറയുന്ന കോഡാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നിങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനൊന്ന് നോക്കുക, ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ആ ഒരു എറർ വരാതിരിക്കാനായിട്ട് ഈ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെൻഡർ വിത്തൗട്ട് ടൈം കോഡ് കണ്ടോ, ഈ ടൈം കോഡ് ഇതൊന്ന് എനേബിൾ ചെയ്യുക. ഇതിലൊരു ടിക്കിട്ട് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു സാധനം എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ റെൻഡർ ചെയ്തിട്ട് കൊണ്ടുപോയി യൂട്യൂബ് ഷോർട്സിലിട്ട് നോക്കൂ. ആ ഒരു പ്രശ്നം പിന്നീട് വരത്തില്ല. ഞാൻ തലപുകഞ്ഞ് ആലോചിച്ചിട്ടും എനിക്ക് കിട്ടാത്തൊരു സാധനമായിരുന്നു ഈ ഒരു സിമ്പിൾ സംഭവം കേട്ടോ. അറിയാവുന്നവരാരും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലിടും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ ഷോർട്സിലിടുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ അനേബിൾ ടു പ്രിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോ കൊണ്ടുപോയി ഒന്നുകൂടി മൊബൈലിൽ ഇൻഷോട്ട് ആപ്ലിക്കേഷനിലിട്ട് ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ റെൻഡർ വിത്തൗട്ട് ടൈം കോഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ടിക്കിട്ടതിന് ശേഷം ഇവിടെ റെൻഡർ ചെയ്ത് നോക്കൂ, സപ്പോർട്ടാവും. ഇത്രയേ ഉള്ളൂ സംഭവം. താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.